ഞാൻ പറയും കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഏതെങ്കിലും കേസിൽ പെടാത്ത ഏതെങ്കിലും പാർട്ടിക്കാരുണ്ടെങ്കിൽ അവർ ആ 10 വർഷം പാർട്ടി പ്രവർത്തനം നടത്തിയിട്ടില്ലാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ ഇനിയും 1 വർഷം ബാക്കിയുണ്ട്. അപ്പോഴേക്കും മാധ്യമങ്ങളടക്കം എല്ലാവരും ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കോൺഗ്രസിൻ്റെ അടുത്ത മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യമാണ്. പല നേതാക്കന്മാരുടെയും പേരുകൾ പലരും പറയുന്നു. ആദ്യഘട്ടത്തിൽ രമേശ് ചെന്നിത്തലയുടെ പേര് ഒളിഞ്ഞും തെളിഞ്ഞും മാത്രം കേട്ടുവെങ്കിൽ ഇപ്പോൾ ചില മാധ്യമങ്ങളുടെ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ SNDPയുടെയും NSSൻ്റെയും ഒക്കെ പിന്തുണ രമേശ് ചെന്നിത്തലയ്ക്കാണ് എന്ന വാർത്തകൾ അങ്ങനെ സുലഭമായി കേൾക്കുന്ന സാഹചര്യത്തിൽ രമേശ് ചെന്നിത്തലയുടെ സാധ്യതയും സ്വാധീനവും കുറച്ചുകൂടി വർദ്ധിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ 2026 മുഖ്യമന്ത്രി പദത്തിലേക്ക് മുൻപന്തിയിൽ നിൽക്കുന്ന പേരുകൾ VD സതീശൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും KC വേണുഗോപാലിൻ്റെയും K മുരളീധരൻ്റെയും K സുധാകരൻ്റെ അടക്കമുള്ള നേതാക്കന്മാരുടെയാണ്. അതിൽ ബഹുഭൂരിപക്ഷവും നായർ സമുദായത്തിൽപ്പെട്ടവരുടേതുമാണ്. ഇനി അതല്ലാതെ ഒരു സാമുദായിക സന്തുലനാവസ്ഥ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന പദത്തിലേക്ക് വരുന്ന ആൾ മുഖേന ഉണ്ടാകണം എന്ന ഒരു ചർച്ചയുണ്ടായാൽ സ്വാഭാവികമായും മറ്റു പല നേതാക്കന്മാരുടെ പേരുകളും ചർച്ചയാകും. അതും സമൂഹ മാധ്യമങ്ങളിലൂടെ ചർച്ചയാക്കുവാൻ ശ്രമിക്കുന്നവരും നിരവധിയാണ്. ഈ സാഹചര്യത്തിലാണ് K കരുണാകരൻ അനുസ്മരണ വേദിയിൽ വെച്ച് K മുരളീധരൻ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. ആരായിരിക്കും 2026 മുഖ്യമന്ത്രി പദം അലങ്കരിക്കുവാൻ പോകുന്ന നേതാവ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത അദ്ദേഹം വരുത്തിയിരിക്കുന്നു. അടുത്ത മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാര് എന്ന ചോദ്യം മാധ്യമങ്ങളും പാർട്ടിക്കുള്ളിലെ സ്വന്തം നേതാവിനെ പുകഴ്ത്തുവാൻ ശ്രമിക്കുന്ന ചില നേതാക്കന്മാർക്കും പ്രവർത്തകർക്കുമുള്ള മറുപടി എന്ന പോലെയാണ് അദ്ദേഹം കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാക്കിയത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. അതിനെ തടയേണ്ടത് നമ്മുടെ ചുമതല. അതിനെ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചു. സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ജനാധിപത്യ പാർട്ടി അഭിപ്രായങ്ങളുള്ള സ്ഥലത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. പക്ഷെ അതൊക്കെ എന്തോ ഒരു അപരാധം നടന്നു എന്നുള്ള മട്ടിലൊക്കെയാണ് ഇപ്പോൾ പല വാർത്തകളും. ഏതായാലും ഇപ്പോൾ ഒരു കാര്യം നന്നായി, ഇത്രയും കാലം പറഞ്ഞിരുന്നത് കോൺഗ്രസിന്റെ കൂടെ ഇപ്പോൾ ഒരു സമുദായം ഇല്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ പല സമുദായങ്ങളുടെ ചടങ്ങുകളിലും കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കുന്നു. അതിന് 2 പേരും ഉണ്ട്. പാർലമെന്ററി പാർട്ടി നേതാവും ഉണ്ട്, വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളുണ്ട്. ഇവരൊക്കെ പങ്കെടുക്കും. അപ്പൊ അതൊരു നല്ലൊരു സൂചന. അതിന് നമ്മളൊരു പോസിറ്റീവായിട്ട് എടുക്കണം. ഇപ്പോ VD സതീശൻ മരാവൻ കൺവെൻഷനിൽ പങ്കെടുക്കുമ്പോൾ, രമേശ് ചെന്നിത്തല SNDP യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ബെനിഫിഷ്യറി എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുഖാന്തരം UDF. അപ്പൊ നമ്മൾ അതിനെയൊക്കെ പോസിറ്റീവായി കാണുന്നതിന് പകരം മുഖ്യമന്ത്രിയാവാനുള്ള മത്സരം എന്ന് പറയുന്നതിലൊന്നും ഒരു അർത്ഥമില്ല. കാരണം ഇതൊക്കെ തീരുമാനിക്കുന്ന ആദ്യം നമുക്ക് ഇലക്ഷൻ ജയിക്കണം. ജയിച്ച 71 കണക്ക്. 140 71 ശരിക്കും 72 ആണ്. ഒരാൾ സ്പീക്കറായിട്ട് പോകുമ്പോൾ സ്പീക്കർക്ക് വോട്ടിംഗ് റൈറ്റ് ഇല്ല. അപ്പൊ 72 കഴിഞ്ഞാണ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി. അതേ നമ്പറെങ്കിലും മിനിമം വേണം. പക്ഷെ അതുകൊണ്ടും ആയില്ല. കാരണം ആ മിനിമം എന്ന് പറയുമ്പോൾ 2 കക്ഷികളുണ്ടല്ലോ അപ്പോൾ നമ്മൾ എതിർക്കാൻ. അതുകൂടെ കണക്കിലെടുത്ത് നല്ലൊരു സേഫ് ആയിട്ടുള്ള ഒരു ഭൂരിപക്ഷം ആദ്യം ഉണ്ടാക്കണം. അതിനുശേഷം MLA-മാരുടെ അഭിപ്രായം ചോദിച്ച് ഹൈക്കമാൻഡ് തീരുമാനം എടുത്തു. അതിലിപ്പോൾ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അതാരാന്ന് അന്നത്തെ MLA-മാർ, ജയിച്ചു വരുന്ന MLA-മാർ അവരുടെ അഭിപ്രായം ചോദിക്കും സ്വാഭാവികമായിട്ട്. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, എന്നെ തെലങ്കാനയിലെ പാർട്ടി നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള നിരീക്ഷകരിൽ ഒരാളായിട്ട് ഞാനുണ്ട്. ഞങ്ങൾ അന്ന് ജയിച്ച 67 തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരോടും ചോദിച്ചു. അതിൽ മഹാഭൂരിപക്ഷം ആവശ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണ് രേവന്ത് റെഡ്ഡിയുടെ മുഖ്യമന്ത്രി. MLA-മാരുടെ ഭൂരിപക്ഷവും വേണം. അതോടൊപ്പം തന്നെ എല്ലാവർക്കും സ്വീകാരനായ ഘടകകക്ഷികളുടെയും അഭിപ്രായങ്ങളും അതിൻ്റെ ഒരു ഭാഗമുണ്ട്. കാരണം കേരളം കൂട്ടുകക്ഷികളൊന്നല്ല, സിംഗിൾ പാർട്ടിയല്ല. ഘടകകക്ഷികളുടെ അഭിപ്രായങ്ങൾ സ്വാഭാവികമായിട്ടും പാർട്ടി ദേശീയ നേതൃത്വം ആരായാണ് എല്ലാം ചേർത്ത് വെച്ച് ഒരു നേതാവിനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ നേതാവിന്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് ഉണ്ടാക്കുക. അതിലാര് വന്നാലും കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ട, കഴിഞ്ഞ ഇപ്പോൾ ഈ കാലാവധി സർക്കാർ കഴിയുമ്പോൾ 10 വർഷക്കാലം അടികൊണ്ടവരും പോലീസിന്റെ കയ്യിൽ കള്ളക്കേസിൽ പ്രതികളാക്കപ്പെട്ടവരും അതിനൊക്കെ ഒരു പകരം ചോദിക്കണ്ടേ? ഞാൻ പറയും കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഏതെങ്കിലും കേസിൽ പെടാത്ത ഏതെങ്കിലും പാർട്ടിക്കാരുണ്ടെങ്കിൽ അവർ ആ 10 വർഷം പാർട്ടി പ്രവർത്തനം നടത്തിയിട്ടില്ലാണ്.
കാരണം ഞാനും തന്നെ ഇപ്പൊ എത്ര കേസ് ഉണ്ടെന്ന് എനിക്ക് തന്നെ അറിഞ്ഞു. ഒരു പാർലമെന്റ് അംഗവും നിയമസഭാ അംഗവുമായി പ്രവർത്തിച്ച കാലഘട്ടം മുതൽ കഴിഞ്ഞ 8.5 വർഷം കൊണ്ട് എത്ര കേസിൽ പ്രതികളാണ്. ഞാൻ ഇതിന്റെ കണക്ക് സാധാരണ എടുക്കാറ് നോമിനേഷൻ കൊടുക്കുമ്പോഴാണ്. അപ്പോഴാണ് ഒരു കാര്യം മാത്രമേ ഉള്ളൂ, സമരം ചെയ്തുകൊണ്ടായിരിക്കണം കേസിൽ പ്രതികളാവേണ്ടത്. പീഡന കേസിലെ പ്രതിയാണ് ഇതിൽ കാണിച്ചത്. കെ മുരളീധരൻ പറയുന്നതിൽ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. കേവല ഭൂരിപക്ഷം മറികടക്കുവാൻ വേണ്ട MLA-മാരെ കേരളത്തിൽ നിന്ന് വിജയിപ്പിക്കുക എന്നുള്ളതാണ് നിലവിൽ ഗ്രൂപ്പ് നേതാക്കന്മാരുടെയും നിലവിൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുവാൻ ശ്രമിക്കുന്ന നേതാക്കന്മാരുടെയും ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. കഴിയുന്നതിലുമേറെ MLA-മാരെ വിജയിപ്പിച്ചു കൊണ്ടുവരിക. 2016 കോൺഗ്രസ് അവസാനമായി കേരളം ഭരിക്കുന്ന സമയത്ത് 70-ലേറെ സീറ്റുകൾ മാത്രമായിരുന്നു കേരളത്തിൽ കോൺഗ്രസ് ഉണ്ടായിരുന്നത്. ആ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക. പിന്നീട് ഹൈക്കമാൻഡാണ് ഈ വിഷയത്തിൽ ഇടപെടുക. ഹൈക്കമാൻഡ് MLA-മാരോട് അഭിപ്രായം ആരായുമ്പോൾ അവർ ഏത് നേതാവിൻ്റെ പേര് മുൻപോട്ട് വയ്ക്കുന്നുവോ ആ നേതാവിനെ ഹൈക്കമാൻഡ് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയാക്കും. അതുകൊണ്ട് ആരും അനാവശ്യമായ ചർച്ചകളിലേക്ക് കടക്കണ്ട. നിലവിലത്തെ സാഹചര്യത്തിൽ SNDP-യുടെയും NSS-ൻ്റെയും ഒക്കെ പരിപാടികളിലേക്ക് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ ക്ഷണിക്കുന്നതിൻ്റെ പ്രധാന കാരണം അവർ കോൺഗ്രസ് ആണ് 2026 അധികാരത്തിൽ വരുവാൻ പോവുക എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞുവെന്നാണ്. സമുദായങ്ങളുടെ പിന്തുണ കോൺഗ്രസിന് നഷ്ടമായി എന്ന് പറയുന്നവരുടെ മുൻപിൽ ഒരു യഥാർത്ഥ മറുപടിയാണ് രമേശ് ചെന്നിത്തലയെയും VD സതീഷിനെയും പോലെയുള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ SNDP-യും NSS-ഉം പോലെയുള്ള സാമുദായിക സംഘടനകൾ ഉദ്ഘാടന ചടങ്ങുകൾക്ക് ക്ഷണിക്കുന്നത് എന്ന ബോധ്യമുണ്ടാകണം. അതിൽ ആത്മവിശ്വാസം ഉണ്ടാകണം. ആ ആത്മവിശ്വാസത്തിൻ്റെ പുറത്ത് ചിട്ടയായി കൃത്യതയോടുകൂടി പണിയെടുത്താൽ തീർച്ചയായും വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് വിജയിക്കുവാൻ സാധിക്കും എന്ന കൃത്യമായ മറുപടി കെ മുരളീധരൻ നൽകുന്നു. അല്ലാതെ മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യത്തിന് പിന്നാലെ ഓടാതിരിക്കുക. അത് തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡാണ്. നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് 100-ഓ അതിലേറെയോ MLA-മാരെ വിജയിപ്പിക്കുവാൻ വേണ്ടിയുള്ള എല്ലാ കരുനീക്കങ്ങളും രാഷ്ട്രീയ തന്ത്രങ്ങളും മെനയുക, മുൻപോട്ട് പോവുക. പറഞ്ഞു വെക്കുന്നത് കെ മുരളീധരനാണ്. കാത്തിരുന്ന് കാണാം 2026 കോൺഗ്രസ് എത്ര സീറ്റുകളിലേക്ക് അധികാരം വ്യാപിപ്പിക്കുമെന്ന്.